ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ലൈലാസ് ഗാർഡനിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമായിരിക്കുന്നു. ഒരുപാട് കൂട്ടുകാർ എനിക്ക് വയനാട്ടിലുണ്ട്, ഒരുപാട് ഫ്രണ്ട്സ്മാർ, അതുപോലെ എൻ്റെ കസ്റ്റമറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവർക്കൊക്കെ സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറേ പേരോടൊക്കെ ഞാൻ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു. അപ്പോൾ കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്ന് അറിഞ്ഞു, അതിൽ സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ ഉരുൾപൊട്ടലിൽ ഒരുപാട് കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു, ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു, വീടും ഉറ്റവരും ഉടയവരും എല്ലാം നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും എല്ലാം ഭയങ്കര സങ്കടമായി. അപ്പോൾ നമുക്ക് അവർക്ക് കൂടി വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ അന്വേഷിക്കാൻ വിട്ടുപോയ കൂട്ടുകാർ വയനാട്ടിലുള്ളവരുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോൻ്റെ കമൻറ്റിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള കുറച്ച് പിങ്ക് അഗ്ലോണിമ കളക്ഷനാണ്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു ആ പിങ്ക് കളറിലുള്ളത്. ഇപ്പോൾ കുറച്ച് ചെടികളേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ പതിവ് പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന ഓരോ വീഡിയോയും അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ മറക്കാതെ ചെയ്യണേ. പിങ്ക് കളറിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഈ അഗ്ലോണിമ ചെടിയാണിത്. ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല പിങ്ക് കളറ്, നല്ലൊരു റെഡിഷ് പിങ്കാണ് ഇതിന് കളറ് കാണുന്നത്. ഇതിൻ്റെ ലീഫാണെങ്കിലും തന്നെ ഒത്തിരി വലിപ്പമുള്ളൊരു ലീഫാണ്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ചെടിയാണ്. അറിയപ്പെടുന്ന അഗ്ലോണിമയാണ് കൊച്ചിൻ റെഡ് എന്ന് പറഞ്ഞത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെഡല്ല, പക്ഷേ അതിന് പേര് റെഡാണ്, എങ്കിലും അതൊരു പിങ്ക് കളർ അഗ്ലോണിമയാണ്. അതുപോലെ തന്നെ കൊച്ചിൻ റെഡ്, കൊച്ചിൻ പിങ്ക് ഒക്കെ പറഞ്ഞിട്ട് വരുന്നതൊക്കെ പിങ്ക് കളറുള്ള ചെടികളാണ്. ഇപ്പോൾ നിങ്ങൾക്കിത് ഒന്നിച്ച് കാണുമ്പോൾ ഇത് റെഡായിട്ട് തോന്നും, പക്ഷേ ഇത് ഓരോന്നായിട്ട് നമുക്ക് സെപ്പറേറ്റ് കാണുമ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇത് ഇപ്പം ഇടയ്ക്ക് വെയിൽ വരുന്ന ആ ഒരു ടൈമിൽ ഇതിന് കളറ് മാറ്റം വരുന്നുണ്ട്. അപ്പം വെയിലില്ലാത്ത ടൈമിലാണ് നല്ലൊരു പിങ്കായിട്ടും റെഡായിട്ടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിട്ടാണ് ഇതിൻ്റെ കളറ് കാണിക്കുന്നത്.
ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ സൺലൈറ്റിൻ്റെ ആ ഒരു ഈ ചെടികളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇടയ്ക്ക് വെളിച്ചം വരുമ്പം അത് വേറൊരു കളറായിട്ടും വെളിച്ചം മങ്ങുമ്പം വേറെ കളറിലേക്ക് മാറുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് എല്ലാം റെഡായിട്ടാണ് ഇപ്പം ചില സമയങ്ങളിൽ തോന്നുന്നത്, പക്ഷേ ഇതൊക്കെ പിങ്ക് കളറാണ്. പിങ്ക് കളറിൽ ഒരുപാട് അഗ്ലോണിമകളുണ്ട്. അപ്പോൾ അത് പിങ്കിൽ തന്നെ ഒരു കൊച്ചിൻ പീച്ച് എന്ന് പറഞ്ഞ ഒരു അഗ്ലോണിമയാണ്. ഇതിൻ്റെ ലീഫുകൾ വരുന്നത് ഒരു ബോൾ ആകൃതിയിലാണ്. ഇതിൻ്റെ തന്നെ പല ആകൃതിയിലുള്ള ലീഫുകളുണ്ട്. കുറച്ച് കളർ ചേഞ്ച് ആയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ നാരോ ലീഫിൽ വരുന്നതാണ്. ഇത് ഗ്രീൻ കളറിൽ പീച്ച് ഡോട്ടായിട്ട് വരുന്ന ചെടിയാണ്. ഇത് നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഗ്രീൻ കളറിൽ പിങ്ക് ഡോട്ടായിട്ട് വരുന്ന ചെടികളാണിത്. ഇതൊക്കെ നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട്. ഇപ്പം മഴയെല്ലാം മാറിയിട്ട് നല്ല വെയിലാണ്. വെയിലുണ്ടാവുന്ന ടൈമിൽ നല്ല വെയിലാണ്. പക്ഷേ ഞാൻ അഗ്ലോണിമ ചെടികളൊക്കെ വെച്ചിട്ടുള്ള സ്റ്റാൻഡിൻ്റെ അടിയിലുള്ള സ്റ്റെപ്പിൽ നല്ല ചൂടും നേരിട്ടിട്ട് തന്നെ വെയിലടിക്കണത് കൊണ്ട് ഈ ചെടികളുടെ ലീഫൊക്കെ പൊള്ളിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലീഫൊക്കെ കണ്ടില്ലേ, ഇത് നേരിട്ട് സൺലൈറ്റ് അടിച്ചതുകൊണ്ടാണ് ഇതിൻ്റെ ലീഫൊക്കെ അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിലുള്ള സ്റ്റെപ്പിൽ നിന്നൊക്കെ കുറേ ചെടികളൊക്കെ എടുത്ത് മാറ്റി വെച്ചു. ഇപ്പോഴുള്ള വെയിൽ നല്ല ചൂടുള്ള വെയിലാണ്. അതുകൊണ്ട് തന്നെ ചെടികൾക്ക് പൊള്ളലേൽക്കാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പം നമ്മൾ അഗ്ലോണിമ ചെടി വെക്കുന്ന സ്ഥലത്ത് വെയിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ചെടികളൊക്കെ മാറ്റി വെക്കുക. ഇതുപോലെ ലീഫിൻ്റെ ഭംഗി നഷ്ടപ്പെടും കൂടുതൽ സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിത് പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. നമ്മളിങ്ങനെ വെച്ചിട്ട് 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോയി വന്നു കഴിഞ്ഞാലായിരിക്കും ചിലപ്പോൾ ഇതിങ്ങനെ കാണുക. പക്ഷേ ചെടിക്ക് നല്ല നനവൊക്കെ ഉണ്ടായിരിക്കും. ലീഫിൻ്റെ ചൂട് കൂടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ ചൂട് കാലങ്ങളിൽ ശ്രദ്ധിക്കണം. ഇത് നമ്മൾ പെട്ടെന്ന് മഴക്കാലമായതുകൊണ്ട് ആരും ശ്രദ്ധയിൽപ്പെടില്ല. പക്ഷേ മഴക്കാലത്ത് വരുന്ന ഈ ഒരു മഴയില്ലാത്ത സമയത്തുള്ള ഒരു ചൂടും വെയിലും ഉണ്ടല്ലോ, അത് ഭയങ്കര വെയിൽ തന്നെയാണ് നമ്മൾ ഇൻഡോർ ചെടികൾക്കൊക്കെ, പ്രത്യേകിച്ച് അഗ്ലോണിമ ചെടികൾക്ക്. നമ്മുടെ ഇൻ്റർലോക്കൊക്കെ വിരിച്ച മുറ്റാണെന്നുണ്ടെങ്കിൽ പറയും വേണ്ട, അതിൻ്റെ ചൂട് കൂടെ നമ്മുടെ ഈ ചെടികളുടെ ലീഫിലേക്ക് ബാധിക്കും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചില ചെടികളിലൊക്കെ നമ്മൾ പുറത്ത് ഇൻഡോർ അഗ്ലോണിമ അല്ലാത്ത ചെടികളുണ്ടല്ലോ, ഇപ്പോൾ ബോഗൻവില്ലൊക്കെ, അതൊക്കെ ഇപ്പോൾ നല്ല ഉണങ്ങിയിരിക്കുന്ന ഒരു ടൈമിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും പൂക്കളൊക്കെ വരുന്ന ഒരു ഇതാണ്, അത്രയും വെയിലാണ് ഇപ്പോൾ. അപ്പം നമ്മൾ വിചാരിക്കും മഴയാണ് ചെടികൾക്കൊക്കെ നനവുണ്ടാവുന്നു. പക്ഷേ ചെടികൾ നമ്മളാ മണ്ണ് തട്ട് നോക്കിയിരിക്കുമ്പോഴായിരിക്കും അറിയുക അത് നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും. പക്ഷേ അഗ്ലോണിമയ്ക്ക് നമ്മൾ ഇൻഡോറായിട്ട് തന്നെ വെക്കുന്നതുകൊണ്ട് അതിൽ നനവ് ഉണ്ടായിരിക്കും, എന്നാലും കൂടിയിട്ട് അതിൻ്റെ ലീഫ് ഇതുപോലെ പൊള്ളിയിട്ടുണ്ടാവും. ഇതുപോലെ നേരിട്ട് സൺലൈറ്റൊക്കെ അടിക്കുന്ന സ്ഥലങ്ങളിലാണ് നിങ്ങളെ ചെടികൾ ഇരിക്കുന്നതുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊരിക്കലും രാസവളങ്ങൾ ഇട്ട് കൊടുക്കാതിരിക്കുക. അത് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും നമ്മുടെ ചെടികൾക്ക് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലീഫിൻ്റെ ഭംഗിയൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് രാസവളങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഈ ഒരു സമയത്ത് നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കാതിരിക്കുകയാണ് നല്ലത്.
മാത്രമല്ല ഇപ്പോൾ ചെടികൾക്ക് പുഴുവിൻ്റെ ശല്യം കൂടുതലാണ്. എല്ലാ ചെടികൾക്കും പച്ചക്കറീൻ്റെ ഒക്കെ ലീഫിലുണ്ട്. ഇപ്പോൾ ഈ ചെടീൻ്റെ ലീഫ് കണ്ടില്ലേ, ഇത് പുഴു തിന്നതാണ്. തൊപ്പപ്പുഴുവിൻ്റെ ശല്യം ഉണ്ട് വാഴയിലും അതുപോലെ തന്നെ മറ്റുള്ള പച്ചക്കറികളിലും ചെടികളിലും എല്ലാം ഉണ്ട്. ഇത് നമ്മൾ കുറേ കഴിഞ്ഞിട്ടായിരിക്കും കാണുക. ഇതിൻ്റെ ലീഫ് ഇങ്ങനെ കടിച്ചിട്ട് അത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് കാണുക. അപ്പോൾ ഈ ചെടീൻ്റെ ലീഫ് കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ ചെടീൻ്റെ ഭംഗിയൊക്കെ നഷ്ടപ്പെടുത്തുന്ന ജീവികളാണ് ഇതൊക്കെ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ബായ്.